തിരിക്ക്, ദേശം ഇടത്തോട്ട് തിരിക്ക്, കുറച്ചുകൂടെ പൊക്ക്. ആ മതി. നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാം. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛനിവിടെ നായ്ക്കളെയാണ് വളർത്തുന്നത്, തിമിംഗലങ്ങളെയാ. നീ ചാടിക്കോ. ചാടിക്കോ. ചാണകക്കുഴി. താങ്ക് യു. ദാസ, നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുണ്ടോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതുങ്ങി നിൽക്കണേ. ശവം ഇതിലെടുത്തിട്ടില്ല. മുത്തച്ഛനാണ്, മുത്തച്ഛൻ. കണ്ടില്ലേ ജീവനുള്ള പ്രേതം? അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നതാ. നീ ഇവിടെ ഇരി, ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഹലോ ഹലോ, മൂക്കിൽ നായർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഓ, ഞാൻ കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ട്, വാതിലിപ്പൊ തുറക്കും. എന്താ എന്താ? ഞാനിവിടെ പഠിക്കില്ലേ? ഒരു ആംബുലൻസ് വിളിയേ, എന്റെ വീട്ടിൽ കൊണ്ടാക്കേ. എന്താ പ്രശ്നം വെച്ചാ പറ. ആശാരി എന്തുകൊണ്ടെന്നോ പറയണേ? എന്താ ഇവിടെ ഒരു നിലവിളി കേട്ടത്? ആശാരി എന്തോ കൊണ്ട് പേടിച്ചതായിട്ട്. പേടിക്കാൻ? ഈ രാത്രി ഇവിടെ എന്ത് കണ്ട് പേടിക്കാൻ? എന്തെങ്കിലും കണ്ട് പേടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇയാൾക്ക്? അച്ഛന്റെ ഒരു നട്ടപ്പരാന്ത്. ഒരു കോണി പൊളിഞ്ഞെന്ന് വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ? താൻ ബ്രേക്ക് ഇടാണ്ട് അങ്ങോട്ട് നടക്കടോ. മായ അകത്തുണ്ട്, നേരെ ചെന്നാലോ? ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ്, അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം. എന്റെ മോളെവിടെ? മോളവിടെ ഹോട്ടൽ മുറിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാൻ വിചാരിച്ചു വന്നതാ. നീ ശരിക്കും കുടുങ്ങിയില്ലേ? സത്യം പറഞ്ഞ നീ ശരിക്കും കുടുങ്ങി. നീ രാത്രി ഹോട്ടലിലേക്ക് വിളിച്ചു വരാൻ നിൽക്കണ്ട, അത് അതിലേറെ പ്രശ്നമാവും. മോളെ ഞാൻ നോക്കിക്കോളാം. കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത്? ദാസനല്ലേ നിലവിളിക്കുന്നത്? അവനെവിടെ? നീ പൊയ്ക്കോ. കരയല്ലേ മോളെ, കരയല്ലേ. മോളുടെ അമ്മ ആപ്പിലായി. അച്ഛൻ എന്താ ചെയ്യാ? അകത്ത് കയറാനും വയ്യ, തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായല്ലോ നമ്മൾ രണ്ടാളും. കുഞ്ഞിന് മുല കൊടുത്തോ സാറേ? മുല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും, വണ്ടി അയച്ചിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്തോന്നാ ചോദിച്ചത്. പ്യാല് കൊടുത്ത് ഇപ്പൊ കിടത്തിയുള്ളൂ, അപ്പോഴേക്കും ഉണർന്നു. ആ, കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ. അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ. അതും ചൂടന്മാരായ അച്ഛന്മാരാണെങ്കിൽ പറയുന്നേ. നിന്നോട് ഒരു ഫാരക്സ് മേടിക്കാനാണ് പറഞ്ഞത്, നീ എന്തിനാ രണ്ടെണ്ണം മേടിച്ചത്? ഒരെണ്ണം നോക്ക്, ഒന്ന് നമുക്ക്. അല്ലാതെ ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ മുതലാവില്ല. അയ്യോ, നല്ല ഒരു ഉണ്ണി വാവ. ഇതെവിടെ നിന്ന് കിട്ടി സാറേ? മായ പെറ്റതാ, രണ്ടാമത് പെറ്റതാ മോള്. എന്തേ നിനക്ക് വളർത്തണോ? നല്ല തറവാടിത്തോള്ള കുട്ടി, അച്ഛന്റെ അതേ മുഖം. ഇതെന്താ മണ്ണ് വരുത്തിനോ? വേറെ പുള്ളാണല്ലോ സാറേ. സാറേ സാറേ, ഇത് ഞാനാണ്, സാറിന്റെ ദാസൻ. ദാസൻ ദാസൻ. സിസ്റ്ററെ ജൽദിയാവോ, സാറിന്റെ ബോധം പോയേ. നീ എന്തിനാണ് നിന്റെ സിസ്റ്റർ വിളിക്കുന്നത്? ഇത് നിന്റെ വീടാണോ? വീടല്ല സാറേ, ഇത് ആശുപത്രിയാണ്. സാറിനെ ആരോ നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു. ഓപ്പറേഷൻ ചെയ്ത് ആ കുടലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാർ തുന്നിക്കെട്ടി. ഇനി കുഴപ്പമൊന്നുമില്ല.
അയ്യോ അറിയില്ല സാറേ. അയ്യോ എന്നെ കൊന്നേ. ഇത് ചെയ്തവൻ ആരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം ബോംബ് വീഴണേ എന്റെ വടശ്ശേരിക്കര ഭഗവതി. അയ്യോ ഞാനിപ്പോ ചാവുവേ ദാസ. അയ്യോ അയ്യോ പറയല്ലേ സാറേ. അയ്യോ അയ്യോ വേദനിക്കുന്നതാ ദാസ. പോട്ടെ സാറേ. അയ്യോ അമ്മേ. അയ്യോ സാർ ഇങ്ങനെ കിടന്ന് ഉരുണ്ടാ തുന്നു പൊട്ടും. 24 തുന്നുണ്ട്. സിസ്റ്ററെ വിളിച്ച് ഇഞ്ചക്ഷൻ തരാൻ പറയട്ടെ. അത് കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കണ കഴുതേ. അയ്യോ സിസ്റ്റേ 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 സിസ്റ്റേ. അയ്യോ എന്നെ കൊന്നേ. അയ്യോ वो आपका कौन है? कौन? वो बेड़ा भाई, वो हमारा पिताजी का बड़ा दोस्त के. कराटे ब्लैक बेल्ट, मैं मास्टर होम कराटे ഡയമണ്ട് ബെൽറ്റ്. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ 4 കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേര് ഇവിടെ എഴുന്നേൽക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിലെത്തും. ഹിന്ദി നേരാമെന്ന് അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറിന്റെ വയറ്റിൽ കുത്തുവായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ആപ്കാ നാം ക്യാ ഹേ? बदमाश. ഓ ഡോക്ടറാണല്ലേ, അങ്ങനെ പറ. പോയോ? 1 മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ. ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ. അയ്യോ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പോ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കോ? എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്തു പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ 1-2 കുത്തു വാങ്ങി. എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെയും കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടി കയറാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെയും സഹിക്കാം. ഈ മൂത്രം പോകാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാ? അതിനി വേറെ ടാപ്പിടേണ്ടി വരുമോ? ദാസാ, ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞു തരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. സിസ്റ്റർ അല്ലേ പറഞ്ഞത് എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും. അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്? എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്? ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിലും നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്. സാറെന്തിനാ അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞു തന്നത്? ഇത് നുണയൊന്നുമല്ല, സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത്. മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത്. സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷ്യറോടും പറഞ്ഞു. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണമത്രേ സാറിനെ ചികിത്സിക്കാൻ. സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ? ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? അത് തന്നെ ഞാനും കേഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതേതായാലും നന്നായി. അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂരിക്കുട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ണു ചോരയില്ല സംസാരിക്കരുത്. ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോധം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ട് എവിടെ കൊണ്ടുവന്നാക്കിയത്. അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇനിയും ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല. എന്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് 6 കുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, സാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞതൊന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം. സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുത്തുകൊണ്ട് അത് പരിഹരിച്ചതിൽ അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്ററെ? പിന്നെ വരാതിരിക്കുവോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയും ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോന്നാ എന്റെ സംശയം. കണ്ടാലെങ്ങനെ? എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും ഇല്ല. എന്നാൽ അത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്ന് സിസ്റ്റർ, ഞാൻ കണ്ണനല്ല. എന്റെ പേര് ജയദേവെന്ന. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികളുണ്ടാവില്ലേ? ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു?
ആര് പറഞ്ഞു? ദേ സിസ്റ്ററാണോ മദറാണോ ഞാൻ നോക്കൂല, ഒരൊറ്റ കുത്തു കയ്യിലെ കിടപ്പില്ലേ. ആ, അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ, ഒരു കുത്തുകൊണ്ട് 2 ഓപ്പറേഷൻ. നമുക്ക് അതും നടത്താം. ദേ, നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞു. ഞാനോ? വെറുതെ എന്തിനാടോ ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാമല്ലോ. ആരടാ അവള്? അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്തൊരു നഴ്സാ സാറേ. അതല്ലടാ, പിന്നെ എനിക്ക് ആണത്തുമില്ല എന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന്. സാർ ഈ ദാസനോട് സത്യം പറ. ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിയാതെ സാറ് വല്ല ആണത്വം തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവർ തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ? പണ്ടാറടങ്ങണ പാവക്കുട്ടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പലവര് പറയുന്നതിലും കാര്യമുണ്ട്. ഈ തൊഴിൽ നമ്മുടെ ചോറ. നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഏതായാലും ഈ ജുഹു ബീച്ചിൽ അവൾ വരാതിരിക്കില്ല. അതവളല്ലേ? അതെ അതെ, ഒറ്റം പിടിച്ചോളാം. നേര് പറഞ്ഞ ഈശ്വരനാണ് നിങ്ങൾ എന്റെ അടുത്ത് എത്തിച്ചത്. ഓപ്പറേഷനും കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അതും തൊട്ടടുത്ത വാർഡില്. തലയിപ്പ് എങ്ങനെയുണ്ട്? ആകെ പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാ മതി, തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാ 3 ആളും ഒരേ സമയത്ത് തലകുത്തി വീണത്? സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത്. പാവം. ഇവൻ പറയുന്നതേ, ഞങ്ങൾ 3 പേരും കൂടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇല്ലടാ. ഇവരെന്താ സാറേ പറയണത്? എന്ത് പറയാനടാ ദാസ, നമ്മൾ മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് തല 3 ഫ്യൂസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? ഒക്കെ വിധി. ഇതാ പിടി റാണി. ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രി ഒന്ന് ചീട്ടടിച്ചത്. തലക്കടകിട്ട് 3 ആൾ കൂടെ ഒരുമിച്ച് ആശുപത്രി ഒന്ന് മറന്നോ? ഓ അത് ശരി. അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ, ഇത് മുസ്തഫ. ഹലോ, ഇത് ആൽഫ്രഡ്. ഹലോ. എന്താ എല്ലാരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ. അത് കഴിഞ്ഞു. സാറിന്റെ ഇവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്. ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ തല പുറത്തിട്ട് നോക്കണത്? ഇതൊരു പാവ. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാൾ സമ്മാനിച്ചതാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ലേ മുസ്തഫ? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലീത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും. അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളികളുണ്ടല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണത്രേ. അല്ലോ, എന്താ ഈ ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. ദേ സാറ് തന്നെ പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ത്തിനാളെ കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറ് പിടിച്ച സംഗതിയാ. വരട്ടെ. തീർന്നില്ലേക്ക് നല്ല മനുഷ്യൻ. പ്രേമിച്ച് പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണം. ഞമ്മളും നമ്മുടെ വാപ്പായും പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടികള് ഉറുമാലിന് നമ്മുടെ പേരെഴുതി അത്ര മുക്കി തരും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു ഭ്രാന്ത്. ഇമാതിരി പാവക്കുട്ടി ഭ്രാന്ത് നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. മുസ്തഫ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പാവക്കുട്ടിയല്ലേ? അതെ, അത് പിന്നെ കണ്ടറിഞ്ഞൂടെ? അല്ല ഇടങ്ങേറായ മുസ്തഫ മേലോട്ട്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അങ്ങോട്ടല്ല താഴോട്ട്. താഴോട്ട് താഴോട്ട് വേഗം പോ. സാറേ, സാറേ, രാസ്ത ചോടന. പാവക്കുട്ടി സാറേ. തലവരെ, നമ്മളെ പാവക്കുട്ടി ഒരുത്തർ കീസെടുത്ത് പോലെ നമ്മളിപ്പൊ കണ്ട്. ആ പെണ്ണത് അയാൾക്ക് കൊടുത്ത് അവരൊന്ന് മുഹബത്ത് പോയി. അതിനകത്ത് രത്നങ്ങളുണ്ട് തലവരെ. കിലുക്കൻ ഞാനും കേട്ടതാ. അതെ, ഞമ്മളത് വാങ്ങി കുലുക്കി നോക്കി. സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. കണ്ടോ?
അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആരോ കുത്തുകിട്ട് വീണത്. അത് ഏതാണ് തലവര് പറഞ്ഞത് ഇപ്പൊ വിശ്വാസമായ? ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി. അവർ രണ്ടാളും ആ കുത്തുകാരനും ഒന്നായി. നീ ചിന്തിക്കാനൊന്നുമില്ല. തലയൊരു പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അഹിംസ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. 9 ലക്ഷത്തിന്റെ രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതെടുത്ത് തലവർക്ക് കൊടുക്കണോ? 3 വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ബുദ്ധി. ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്ത് സ്വർഗ്ഗമാണ് നേടാൻ പോകുന്നത്? കള്ളത്ര ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരോട് പോയി എവിടെ പോയി? അവരോട് പോയി. നിങ്ങള് ഡോക്ടർ കുൽക്കർണിയെ കണ്ടു അല്ലേ? അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുമുണ്ട്. പ്രസവം ഇവിടെ തന്നെ വേണം കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. എന്താ കുട്ടി ഇത്? കുൽക്കർണിയെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത്. അദ്ദേഹം പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. സിബ് പാന്റിന്റെ വാതിലടക്ക്. പാന്റിന്റെ വാതിലടക്ക്. എന്തേ? അതിന്റെ കൊളുത്തു പോയി. അവർ ആ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പാന്റ് അഴിക്കുന്നുണ്ട്. എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട്. അവനെ ഇവിടെ വെച്ച് പിടിക്കണോ അതോ പുറത്ത് വെച്ച് പിടിക്കണോ? ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. എന്നാലും നേരിട്ട് ഏറ്റുമുട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് കളയണം. അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല, ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല. എന്തേ? അവർ ആ നേഴ്സിന്റെ മുറിയിൽ കാണും. ഇഞ്ചക്ഷൻ റെഡിയാണോ? റെഡി. റെഡി. जल्दी करो. ये ऑपरेशन करने वाला पेशेंट को इस कोने पे किसने छोड़ दिया? क्या तो? മുസ്തഫ, ഞാൻ പിന്നാപ്പറഞ്ഞത് അവനെ കെട്ടിപ്പിടിക്കണം. ഉടൻ നീ മുന്നാക്കം വന്ന് അവനെ ക്ലോറോഫോം മണപ്പിക്കണം. ബഹളം വെച്ചാൽ ഇഞ്ചക്ഷൻ കൊടുക്കണം. കറക്റ്റ്. എന്നിട്ടോ? എന്നിട്ട് ഈ കെട്ടഴിച്ച് അവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചറിൽ കിടത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാ പെണ്ണോ? ഓളെ കാണാനില്ല. എനിക്കിപ്പോ അറിയണം, അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതമാധവൻ? അവനെന്താ ഈ വീട്ടുകാര്യം? നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവനാ മായ കെട്ടാൻ പോന്നെ. ഒരു ഗണേതമാധവനെ ഇവിടെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കണമെന്ന് ഓർമ്മിച്ചോ. ആഹാ, ഗണേതമാധവൻ. മുത്തച്ഛ, ആശാരി വന്നു. സഹായിക്കണോ? ആശാരി കിടപ്പിലായിരുന്നു. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരിന്നേ ആംബുലൻസും പിടിച്ചു പോകുന്നു. എന്റെ കറപ്പായി, നീ ഇപ്പോഴും ജീവനോടുണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞ ഈ കോവണി 60 കൊല്ലം കാരിന് പോലെ കിടന്നില്ലേ മൂപ്പിൽ നായരെ? ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? കഴിവേറി ഞാനാ. അല്ല, അത് ചവിട്ടി പൊളിക്കാനും വേണം ഇത്തിരി കരുത്ത്. അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രമേ ഉള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്. എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനവും ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ. ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. ഇതാണോ ചേച്ചിയുടെ വീട്?
ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, നല്ല കൺട്രോൾ വേണം, കൺട്രോള്. കൊണ്ടുപോയിട്ടില്ല, കിടക്കുന്നു മുത്തച്ഛനെ. മോളെ, അല്ല മൂപ്പിനാര് കാറ്റുപോയോ? മോളെ പടിവരെ എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. സാറേ സാറേ, ആ പ്രശ്നമായി സാറേ. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വന്ന വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറൊരു മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായിക്ക് എന്ത് പറ്റി? ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളും ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചുമൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. മോളെ, മുത്തശ്ശൻ മരിച്ചിട്ടില്ല മോളെ. മോളെ കാണാതെ മുത്തശ്ശൻ മരിക്കുവോ? മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശനാ വാസുണ്ണിയോട് കമ്പി അടിക്കാൻ പറഞ്ഞത്. കോണിന്ന് വീണ് കാലുമുളുക്കി നീരും വന്ന് കിടന്ന് ഞാൻ ചത്തുപോയെന്ന് കമ്പി അടിച്ചത് അവനാ. അതാണ് വാസുണ്ണി. വാസുണ്ണി ശിവൻകുട്ടിയേട്ടനെ പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാൽ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കിഴക്കാൻ നിനക്കാരാണ് അധികാരം തന്നത് മോഴക്കഴുത്. ചില തല കണ്ടാ കിണ്ണാൻ തോന്നു. എന്റെ കൂടെ പറപ്പേ, നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായയുടെ അടുത്താണോ തോന്നി ദിവസം കാണിക്കുന്നത്? അതേ ബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലേ ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങൾ ഈ കഴുതയെ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പടിപ്പിച്ചത്. അച്ഛനൊന്ന് മാറിക്കേ. പറയുമ്പോ എല്ലാം പറയണല്ലോ മായ. ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് വരെ മുത്തച്ഛൻ കമ്പി അടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടയി കാണിച്ചു. പോയി. ഓരോരോ മനുഷ്യ സ്നേഹികൾ വന്നിരിക്കുന്നു. ഞാൻ മരിച്ചു എന്നൊരു കമ്പി വെക്ക് പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ? ഞാൻ പോയിന്ന് കരുതി നിലവിളിച്ചു ബോധം കെട്ട് വീണത് കണ്ടോ? അതാണ് സ്നേഹം. മോള് വരാൻ വൈകുമ്പോഴൊക്കെ ഇവരിത്രയും കാലം മുത്തച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞു നടന്നതെന്നറിയോ? മോളെ മുത്തച്ഛനെ മറന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ അന്യ നാട്ടുകാരനെ കല്യാണം കഴിച്ച് ബോംബെയിൽ സുഖമായിരിക്കുന്നു. ഇവർക്കാർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ. മുത്തച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും മോള് ചെയ്താലേ ഈ ചങ്ക് പറിച്ച് അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാമെന്ന് മുത്തച്ഛനും പറഞ്ഞു. മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ മോളെ? അത് സത്യമല്ലേ? സത്യമാണ്. കണ്ടോ, ഇതാണടാ പൊക്കിൾക്കൊടി ബന്ധം. ഇവക്ക് ഞാൻ മുത്തശ്ശൻ മാത്രമല്ല, അച്ഛനാണ്, അമ്മയാണ്, അതിനും അപ്പുറത്ത് ഈശ്വരനാണ്. ഈശ്വരൻ. എന്റെ മോളെന്നെ ചതിക്കില്ല. ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന കല്യാണം നടത്തുന്നതുവരെ അവളെ ഞാനിനി ബോംബെക്കെന്നല്ല ഒരു സ്ഥലത്തേക്കും വിടില്ല. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കും. അവക്കും സേതുമാധവനും അത് വേണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അവളുടെ മുത്തശ്ശിയുടെ പേരിൽ വല്ല അനാഥാലയത്തിനും കൊടുക്കും. ആരാ മുത്തശ്ശി സേതുമാധവൻ? നിന്റെ ഗോവിന്ദൻകുട്ടി മാമൻ നിനക്ക് കൊണ്ടുവന്ന പയ്യനാ മോളെ സേതുമാധവൻ. അതിസുന്ദരൻ, പണക്കാരൻ, വലിയ ഉദ്യോഗസ്ഥൻ.
അടുത്ത പ്രമോഷൻ കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോവാ. അതിനു മുമ്പ് കല്യാണം നടത്തണം. അതൊന്ന് നടന്നു കാണാൻ വേണ്ടി മാത്രമാ മോളെ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നത്. പറ, മോള് സമ്മതിക്കില്ലേ? എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മോക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നടത്താൻ മുത്തച്ഛനോടൊപ്പം മോള് നിൽക്കില്ലേ? വല്ലാത്ത ക്ഷീണം, എനിക്ക് സ്വല്പം കിടക്കണം മുത്തശ്ശ. ആ, മോള് സുഖമായിട്ട് കിടന്നോളൂ. വൈദ്യരോട് പറഞ്ഞ് മോക്ക് മുത്തച്ഛൻ്റെ ഒരു നാടിക്കഷായം തിളപ്പിച്ചു തരാം. ഒരു കമ്പി കാരണം ഉണ്ടായ പേടി മുഴുവൻ അങ്ങ് മാറട്ടെ.